ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലെ ഒരു ഐലൻഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള ടാസ്മാനിയയിലെ ലോൺസിസ്റ്റൺ എന്ന് പറഞ്ഞ സിറ്റിയിലെ ഒരു കുഞ്ഞി ഐലൻഡിലാണ് വന്നിട്ടുള്ളത്. ഈ ഐലൻഡിൻ്റെ പേര് ടമാർ വെറ്റ് ഐലൻഡ് എന്നാണ്. ഐലൻഡിനകത്തൊരു ഐലൻഡ്, അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വന്ന ആൾക്കാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. കാരണം ലെറ്റ്സ് കണക്ട് ഈച്ച് അതർ. സോ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം. ഇതാണ് ടമാർ ഐലൻഡിൻ്റെ വെറ്റ് ഐലൻഡിൻ്റെ ഇൻഫർമേഷൻ സെൻറ്റർ കേട്ടോ. അപ്പം ഇത് കറൻ്റ്ലി ക്ലോസ്ഡ് ആണ്. പക്ഷേ നമുക്കിത് ഇതിലേക്കൂടെ നടക്കാനൊക്കെ സാധിക്കും കേട്ടോ. ഇതിലേക്കൂടെ ആൾക്കാർ വരുന്നുണ്ട്. ഇതൊരു സായാഹ്ന സമയമാണ്, ഏകദേശം ഒരു 6 മണി ആ ഒരു ടൈമിലാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ കുറേ അരയന്നങ്ങളെയും ബേർഡ്സിൻ്റെ സൈറ്റ് സീയിങ്ങും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ലോൺസിസ്റ്റണിലുള്ള ഒരാൾക്കാർ ഇവിടെ ഈ ഒരു സ്ഥലമൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ടാസ്മാനിയ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ലോൺസിസ്റ്റൺ വരുന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു ഈവനിങ് വാക്ക് നിങ്ങൾ ഇതിലെ കൂടെ കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു ഏരിയ ആണ്. അതിവിടെ വന്നാൽ കാറ്റൊക്കെ അടിച്ച് നിൽക്കുമ്പോഴേ ഒരു സുഖം കിട്ടത്തുള്ളൂ. നൈസ്. ഇത് നമ്മളുടെ ടമാർ ഐലൻഡിൻ്റെ വെറ്റ്ലാൻഡ്സിൻ്റെ ഒരു മാപ്പാണ് കേട്ടോ. നമ്മളിത് ഈ ഒരു വിസിറ്റർ സെൻറ്ററിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇതിലേക്കൂടെ നടന്ന് ഇങ്ങനെ ഈ ഐലൻഡ് വരും. ഇവിടെ ഒരു പിക്നിക് ഏരിയ ഒക്കെ ഉണ്ട്. നമുക്കിവിടെ പബ്ലിക് ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. സോ നമുക്ക് അങ്ങോട്ട് പോകാം. ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഇതിപ്പം നമ്മൾ നടന്നു വന്ന വഴിയാണ് കേട്ടോ. അപ്പം ഈ ഒരു സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ഭയാനകമായിട്ട് തോന്നുന്ന കുറച്ച് മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിലേക്കൂടെ നടന്നു പോകുമ്പോൾ ആരും പേടിക്കണ്ട. ഈ മരങ്ങൾ കൂട്ടിയിടിക്കുന്നൊരു ഒച്ച കേൾക്കും, കിരി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ആരും പേടിക്കുന്നു ചെയ്യും കേട്ടോ. ഇവിടെ നമുക്കിങ്ങനെ ഇരിക്കാനും ഫോട്ടോ ഒക്കെ എടുക്കാനും, അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു നൈസായിട്ടുള്ളൊരു വ്യൂ കിട്ടും കേട്ടോ. അവിടെ ഫ്രണ്ടിൽ നമ്മുടെ ആ ഒരു ഹൈവേ പോർഷനാണ് കാണുന്നത്, വണ്ടിയൊക്കെ പോകുന്നത്. അപ്പോൾ ഒരു വ്യൂ ഒക്കെ കിട്ടും. നമുക്കിതിലൂടെ നടന്നു പോകാം. സോ ഗൈസ്, നമ്മൾ ഇതിലൂടെ നടന്നു വരുമ്പം എനിക്ക് തോന്നുന്നൊരു ഫീൽ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാട്ടിൽ ഈ പാടത്തെ വരമ്പിക്കൂടെ നടക്കത്തില്ലേ, ആ ഒരു ഫീലാണ് കേട്ടോ. ശരിക്കും ഇതിലൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ദൂരെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കരെ കാണാൻ പറ്റും. അതായത് ടമാർ റിവറിൻ്റെ അക്കരെ. അതൊരു ഭയങ്കര നല്ലൊരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അത് ഈ ഒരു ഈവനിങ് ടൈമിൽ എത്തുവാണെങ്കിൽ ആ ഒരു വിഷ്വൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നമുക്കിവിടുത്തെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ ഇരുന്ന് ഈ ഒരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. ഇത് ശരിക്കും റിവർ ആയിട്ടില്ല കേട്ടോ. ഇത് റിവർ അല്ല, ഈ റിവറിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമാണ്. റിവർ ഇതിൻ്റെ അപ്പുറത്താണ്. നമ്മൾ ഐലൻഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ആ വെള്ളം ഇങ്ങനെ രണ്ട് വശത്തൂടെ ഒഴുകി പോകുന്നതാണ്. ഒരു ചെറിയ പാലമൊക്കെ ആയിട്ട്, ഒരു ചെറിയ കട്ടനൊക്കെ ആയിട്ട് വന്ന് ഇരുന്ന് കുടിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിക്നിക് സ്പോട്ടാണ് കേട്ടോ. നമ്മൾ ആ സ്പോട്ടിലെത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യും. നമ്മൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആദ്യം കാണിച്ചൊരു കാര്യമുണ്ട്. ഇവിടെ ബേർഡ്സിൻ്റെ ഒരു ഹൈറ്റ് പ്ലേസ് ഉണ്ട്. ആ ഹൈറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഈ ഒരു മരങ്ങൾക്കിടയിലാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് നടന്നു വരുന്ന സമയത്ത് അങ്ങോട്ടൊരു ടേൺ ഉണ്ട്. ആ ടേൺ പോയി കഴിഞ്ഞാൽ നമുക്കത് ഈ ഒരു കാട് പോലത്തെ ഒരു ചെറിയൊരു പ്ലേസാണ്. കാടൊന്നുമല്ല, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒത്തിരി പക്ഷികളുണ്ട്. നമുക്ക് പക്ഷികളെ കാണാൻ പറ്റും. ബൈനക്കുലറൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഓക്കെ, അപ്പം ലെറ്റ്സ് കണ്ടിന്യൂ. നമ്മളിങ്ങനെ നടന്നു വരുമ്പം നമുക്കിതുപോലെ 2 പാലങ്ങളുണ്ട് ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പാലം കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോഴാണ് ആ ഒരു ഐലൻഡ് വരുന്നത്. ഓസ്ട്രേലിയയിലെ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മളുടെ ഈ ഒരു ടാസ്മാനിയയിലെ ലോൺസിസ്റ്റൺ എന്ന് പറയുന്നത്. അതിലെ തന്നെ മനോഹരമായിട്ടുള്ളൊരു വെറ്റ് ഐലൻഡാണ്, നനവുള്ള ഐലൻഡ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ആ ഒരു ഐലൻഡിലേക്കാണ് ശരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഗ്രാമീണത ഒക്കെ ഉണർത്തുന്ന ആ ഒരു ഫീലില്ലേ, അതാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിലെ കൂടെ നടക്കുമ്പം കിട്ടുന്നത്. അപ്പോൾ അതുപോലെ ഈ പാലത്തിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഇരിക്കാനുള്ളൊരു സ്പോട്ട് എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്നത് ഈ ഒരു സ്പോട്ട് ആക്ച്വലി നമുക്കിവിടെ ഇരിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ഇരുന്ന് നമുക്ക് ഈ ഒരു ഐലൻഡിൻ്റെ ആ ഒരു വ്യൂ, ഐലൻഡിൻ്റെ അല്ല, ആ ഒരു നമ്മുടെ ഈ ഒരു വെള്ളക്കെട്ടിൻ്റെ ആ ഒരു സത്യം പറഞ്ഞാൽ റിവറിൻ്റെ ഒരു ഫീല്, വെള്ളക്കെട്ടെന്ന് പറയാൻ പറ്റത്തില്ല, റിവർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫീല് നമുക്ക് ഇവിടെ നിന്നാൽ കിട്ടും. നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല, എന്താ പറഞ്ഞറിയിക്കണമെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടവരെന്ന് കമൻറ്റ് ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് കേട്ടോ. നടക്കുമ്പോൾ ഒരു ചിൽ 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 എന്ന് പറഞ്ഞൊരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരിക്കും. ഇതൊരു മെറ്റലിൻ്റെ ഒരു ഇതാണ്, ഒരു എന്താ പറയണേ,
അതിന് കറക്റ്റായിട്ട് പറയാൻ എനിക്ക് എന്താണെന്ന് അറിയില്ല. അതിങ്ങനെ ഇട്ടിരിക്കുകയാണ്. അത് എന്തിനാണ് ഇട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറ്റായിട്ടുള്ള സമയത്ത് മഴ പെയ്ത് കിടക്കുമ്പോഴും അതുപോലെ തന്നെ ഐസി ആയിട്ടുള്ള കണ്ടീഷൻസിലും നമുക്ക് തെന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ രാവിലെ ആൾക്കാർ ജോഗിങ്ങിനൊക്കെ വരുന്നവരൊക്കെ ഉണ്ട്. അപ്പം അവർക്കെല്ലാം ഇത് വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. ഇതുണ്ടോ, ഇത് അരയന്നത്തിൻ്റെ കുഞ്ഞുങ്ങളല്ല, അരയന്നവും കുഞ്ഞുങ്ങളാണ് കേട്ടോ. നമ്മൾ നടന്ന് ഇതാണ് നമ്മുടെ ടമാർ വെറ്റ് ഐലൻഡ്. ഒരു ഐലൻഡാണ്. ഈ ഒരു ഐലൻഡിൻ്റെ അപ്പുറത്തെ സൈഡ്, അതായത് ഈ ഐലൻഡിൻ്റെ അപ്പുറത്തെ സൈഡാണ് ശരിക്കും നമ്മുടെ ടമാർ റിവറിൻ്റെ ഒരു പ്രോപ്പർ, അതായത് നല്ല ഡെപ്ത് ഉള്ളൊരു റിവർ ഒഴുകുന്ന. അതിൻ്റെ ചെറിയ പീസുകളാണ് നമ്മളിപ്പോൾ ഈ പുറകിൽ കണ്ട ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ കൂടെ നമുക്ക് നടന്നു പോയി കഴിഞ്ഞാൽ പബ്ലിക് ടോയ്ലറ്റ് ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അത്യാവശ്യം നടക്കാനുണ്ട്, ഒരു അരമണിക്കൂർ അടുത്ത് നടക്കാനുണ്ട്. കാരണം നമ്മൾ ചില സ്പോട്ടുകളിലൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. നമ്മൾ കണ്ടിന്യൂസ് ഒരു സ്ഥലത്തേക്ക് A to B പോയിന്റിലേക്ക് പോകുന്ന പോലെ പോകത്തില്ലല്ലോ. അപ്പോൾ ഒരു അരമണിക്കൂർ കൂടുതലൊക്കെ ടൈം എടുക്കും കേട്ടോ നടക്കാൻ. ഇതാണ് ഐലൻഡ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഭയങ്കര ഭംഗിയാട്ടോ, ഒരു രക്ഷയില്ല. ടാസ്മാനിയ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, നമ്മുടെ ലോൺസെസ്റ്റിൽ പ്രത്യേകിച്ചും. സോ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ബാർബിക്യൂൻ്റെ ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ. നമുക്കിവിടെ 2 വഴിയായിട്ട് തിരിയുന്നുണ്ട്. ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ബാർബിക്യൂ, അതുപോലെ തന്നെ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ടോയ്ലറ്റ് ഫെസിലിറ്റി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. മുന്നോട്ട് പോയി ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ സ്പോട്ട് ചെയ്തൊരു പക്ഷിയാണ് കേട്ടോ, ഒരു വെറൈറ്റി ആയിട്ട്. അതെ, ഒരു കളറൊക്കെ കണ്ടോ, ഓടിപ്പോകുന്നു. ഇതുപോലെ കുറേ ബേർഡ്സിൻ്റെ സൈറ്റ് സീയിങ് നമുക്കിവിടെ കിട്ടും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പം ഈ ഒരു ടൈം, അതായത് നമുക്കിപ്പോൾ ഒരു സ്പ്രിംഗ് സീസണാണ്, സ്പ്രിംഗ് ടു സമ്മർ, ആ ഒരു ടൈമിൽ കുറച്ചുകൂടെ വിസിബിലിറ്റി ഉണ്ടായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനൊക്കെ കേട്ടോ. സൂര്യൻ ഇങ്ങനെ അടിക്കുന്നത് ഭയങ്കര ബ്രൈറ്റായിട്ടിരിക്കുന്നു, ഭയങ്കര രസം കേട്ടോ. ഒരു രക്ഷയില്ല, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു ഐലൻഡ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഒരു ഐലൻഡ് സ്റ്റേറ്റിലുള്ള ഒരു ഐലൻഡാണിത്, ഒരു കുഞ്ഞ് ഐലൻഡ്. ഇത് നമ്മളുടെ ബാർബിക്യൂ സ്പോട്ടാണ് കേട്ടോ. ഇവിടെ ഇരിക്കാനുള്ള കുറേ ബെഞ്ചും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇരിക്കാനുള്ള സെറ്റപ്പുകളെല്ലാം തന്നെ ഉണ്ട്. ഇത് കണ്ടിട്ട് ബിവെയർ സ്നേക്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ പാമ്പുണ്ടോ എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല, ഒരു കുഞ്ഞു സാധനത്തിനെ കണ്ടിട്ടുള്ളൂ. സോ ഇതാണ് ഒരു ബാർബിക്യൂ സ്പോട്ട് കേട്ടോ. ഇത് ഭയങ്കര പുതിയതായിട്ടുള്ള കേട്ടോ, ഫ്രഷ്. എനിക്കൊന്നും അധികം നാളായിട്ടില്ല ഇത് വെച്ചിട്ട് ഫിക്സ് ചെയ്തിട്ടെന്ന് തോന്നുന്നു, അധികം ഉപയോഗിച്ചിട്ടും ഇല്ല. സോ ഇത് ഗ്യാസിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, കാരണം ഇതിൻ്റെ അവിടെ ഗ്യാസിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് ബാർബിക്യൂ സ്പോട്ട്. ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. യൂസ് ചെയ്തതിന് ശേഷം ക്ലിയറാക്കി തിരിച്ചു കൊടുക്കണം, അതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ബാർബിക്യൂ സ്പോട്ടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ടമാർ വെറ്റ് ഐലൻഡിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു കിഡിലും ഫോട്ടോഗ്രാഫി സ്പോട്ടാണ് കേട്ടോ. ഇവിടെ ഫോട്ടോ എടുക്കാൻ വരുന്ന ആൾക്കാർക്കൊക്കെ ലൈക്ക്, ഞാനൊരു ചെറിയൊരു ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. ഫോണും കൊണ്ടൊക്കെ എടുക്കും. നേരത്തെ ഒരു ചെറിയ ഡിജിറ്റൽ ക്യാമറ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അത് കേടായിപ്പോയി, ഇനി ഒരെണ്ണം വാങ്ങിക്കണം. സോ ഫോണിലാണ് എല്ലാവരും എടുക്കുന്നത്, എഡിറ്റ് ചെയ്യാനും ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാനും എളുപ്പം ഫോണിലാണ്. സോ ഇതൊരു ഫോട്ടോഗ്രാഫിക് സ്പോട്ടാണ്, ഭയങ്കര അടിപൊളി ഒരു ലൊക്കേഷനാണ്. വെള്ളത്താൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്നൊരു ഐലൻഡ് കഴിഞ്ഞിട്ട് ഒരു മിനി ഐലൻഡും കൂടെ. ഇത് ഇത്രയും ഒരു ചെറിയൊരു സ്പോട്ടായിട്ടും ഇവിടെ എന്താണ് ഇതിന് മാത്രം കാണാനുള്ളതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് ഇങ്ങനെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യാന്നുള്ളതാണ്, ഫാമിലിയൊക്കെ ആയിട്ട്. ഇവിടുത്തെ ഗവൺമെൻറ്റും കൗൺസിലും ഒക്കെ ഭയങ്കര എന്താ പറയുക, ചെറിയ ചെറിയ സ്പോട്ടുകൾ ആൾക്കാർക്ക് എന്താ പറയുക ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അവരത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു പഴയൊരു പാലം സെറ്റപ്പാണ്, എന്നാലും ഒരു സേഫ്റ്റി മെഷേഴ്സ് എല്ലാം ചേർത്തുണ്ട്. സൈഡിൽ ഈ ഒരു ഗ്രില്ലൊക്കെ ഇട്ട് നമ്മൾ കുട്ടികളൊക്കെ വരുവാണെങ്കിൽ ചാടി പോകാണ്ടിരിക്കാനും സാധനങ്ങളെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ പൊക്കി എറിഞ്ഞാൽ പോകും, എന്നാലും കൈയൊന്നും മിസ്പ്ലേസ് ആയ പോലൊന്നും സാധനങ്ങളൊന്നും താഴെ പോകത്തില്ല. അത്രയും സേഫ്റ്റി മെഷേഴ്സോടെ ഒക്കെ തന്നെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ലോൺസെസ് സിറ്റിയാണ് ആ ദൂരെ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ ആ ലാസ്റ്റ് എഡ്ജിലേക്ക് പോവുകയാണ്. സോ നമ്മളിങ്ങനെ നടന്നു വരുമ്പം ഈ ഒരു ഐലൻഡിൻ്റെ ലാസ്റ്റ് പോർഷനാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയൊരു സിഗ്നൽ സ്പോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ വെസൽസ് ഇതിലെ കൂടെ വരുന്നതാണ്. അതായത് ഒരു ഷിപ്പിൻ്റെ ഒരു മിനി സൈസ് സാധനങ്ങൾ, കുറച്ച് ബോട്ടല്ല, ബോട്ടിനേക്കാളും കുറച്ചുകൂടെ വലിയൊരു വെസൽസ് ഇതിലെ കൂടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെസൽ എന്ന് പറഞ്ഞത്. നമ്മളുടെ കുറേ ചെറിയ മിനി കണ്ടെയ്നർ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന വെസൽസ് ഇതിലെ കൂടെ പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട്
ലൈക്ക് ഇവിടെ ഈ ഒരു സ്ഥലം ക്ലോസ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അറിയില്ല, എൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു സാധനം ഇവിടെ നോട്ടീസ് ഒന്നും വെച്ചിട്ടില്ല. സോ നമ്മൾ അതിൻ്റെ എഡ്ജിലേക്ക് പോകുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും അവിടുത്തെ സാധനങ്ങൾ എന്തെങ്കിലും ലൂസായിട്ട് സേഫ്റ്റി മെഷേഴ്സിന് വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കും. സോ നമ്മളത് ക്രോസ് ചെയ്യുന്നില്ല എന്താണെങ്കിലും. ഇതാണ് ഈ ഒരു ടമാർ വെറ്റ് ഐലൻഡ്സിൻ്റെ ലാസ്റ്റ് പോർഷൻ. അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഉച്ചയ്ക്കൊക്കെ വന്നാൽ ഭയങ്കര വെയിലായിരിക്കും. ഈവനിങ് ടൈമാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആ ഒരു ടൈം തന്നെ വരുന്നതായിരിക്കും നല്ലത്. സോ നിങ്ങൾക്ക് വെറ്റ് ഐലൻഡ്സിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം. അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേര്. അതുപോലെ തന്നെ ഫോളോ ഓൺ മൈ ഇൻസ്റ്റാഗ്രാം. സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.